തൃശൂർ പൂരം കലങ്ങിയതിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായി മുൻ മന്ത്രിയും CPI നേതാവുമായ VS സുനിൽകുമാറിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തി. വിഷയത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയ പശ്ചാത്തലത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. രാഷ്ട്രീയ ഗൂഢാലോചന തെളിയിക്കുന്ന തെളിവുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് കൈമാറിയെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. ഉദ്യോഗസ്ഥ വീഴ്ച അന്വേഷിക്കുന്ന സംഘമാണ് LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. പൂരത്തിൽ പോലീസിനുൾപ്പെടെ ഉണ്ടായ വീഴ്ച സുനിൽകുമാർ മൊഴിയായി നൽകി. അതീവ സുരക്ഷാ മേഖലയിൽ സുരേഷ് ഗോപി നടത്തിയ ആംബുലൻസ് യാത്രയ്ക്കുൾപ്പെടെ പോലീസിന് അനുമതി ലഭിച്ചുവെന്നാണ് സുനിൽകുമാറിന്റെ ആരോപണം. എനിക്ക് ഈ പൂരത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അത് ഈ അന്വേഷണ കമ്മീഷനും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പാകെ കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. എൻ്റെ നിലപാടിൽ മാറ്റമില്ല. അത് രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. അത് ബോധപൂർവ്വം അട്ടിമറിക്കാൻ ശ്രമിച്ചതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയം എനിക്കില്ല. പന്തലിൽ ലൈറ്റ് ഓഫ് ചെയ്തതും വെടിക്കെട്ട് വേണ്ടെന്ന് വെച്ചതും മേളം നിർത്തിവെച്ചതും ആരുടെ നിർദ്ദേശത്തെ തുടർന്നാണെന്ന് അന്വേഷിക്കണമെന്നാണ് VS സുനിൽകുമാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അവിടെ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ ആര് നടത്തി? ആ സംഭവ സ്ഥലത്ത് അവിടെ നടന്നിരിക്കുന്ന സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു? RSS നേതാക്കന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ? ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിടണം. പൂരം കലങ്ങിയ സമയത്ത് CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് പുറത്തുവിട്ടില്ല. ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ സുരേഷ് ഗോപിയുടെ യാത്ര സംബന്ധിച്ചുൾപ്പെടെ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുമെന്നും അതിനാൽ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. 24 തൃശൂർ.